പരാതിയിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് അതെ, ഉറച്ചു നിൽക്കാൻ തന്നെയാണ് തീരുമാനം. മിസ്റ്റർ നെവിൻ പോളി, എന്തൊക്കെയാണ് ഭായി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല. ഒരു പെൺകുട്ടിയെ 3 ദിവസം മുറിയിലിട്ട് പൂട്ടി പീഡിപ്പിച്ച് മയക്കുമരുന്ന് കലർന്ന് വെള്ളം കൊടുത്ത് നിങ്ങൾ ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ് ഫ്രം യു മാൻ. ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നെവിൻ പോളിയുടെ കൂട്ടുകാരനായ നമ്മുടെ വിനീത് ശ്രീനിവാസൻ രംഗത്ത് വന്നത്. നെവിൻ പോളിയെ നെവിൻ പോളിയെ കണ്ടുപിടിച്ചത് ഈ വിനീത് ശ്രീനിവാസനാണ് അല്ലേ. നെവിൻ പോളി എവിടെയോ കിടക്കുകയായിരുന്നല്ലോ, കണ്ടെത്തി ഇതൊരു മുത്താണ് എന്ന് പറഞ്ഞ് നമുക്ക് കാണിച്ചു തന്ന ആളാണ് വിനീത് ശ്രീനിവാസൻ. അപ്പോൾ വിനീത് ശ്രീനിവാസൻ വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി. പുള്ളി ഹോട്ടലിലെ ബില്ലൊക്കെ കാണിച്ചു. 14-15 ദിവസങ്ങളിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അത് എനിക്ക് 100% ഉറപ്പായിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡയലോഗ്സ് ഒക്കെ കേൾപ്പിക്കാം. ഇതൊക്കെ പഴയ കഥകളാണ്. പിന്നെ ഇപ്പോൾ പുള്ളിക്കാരി പിന്നെയും വന്നിരിക്കുക. ഇന്ന് വന്നിട്ട് ഡേറ്റ് ഞാൻ എന്തോ ഉറക്കപ്പിച്ചിൽ പറഞ്ഞാണ്. അയ്യോ, എനിക്ക് ഇത് കണ്ടിട്ട് എനിക്ക് സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ പെണ്ണുങ്ങൾക്ക് എതിരെയല്ല, പക്ഷെ ഈ അയ്യോ കണ്ടു അയ്യോ എന്നെ തൊട്ടു എന്നും പറഞ്ഞുകൊണ്ട് കുറെ പെണ്ണുങ്ങളുണ്ട് മക്കളെ. അയ്യോ, ഒരു രക്ഷയില്ലാത്ത കുറെ പെണ്ണുങ്ങളുണ്ട്. ഇല്ലെന്നൊന്നും ആരും പറയണ്ട. ഏത് പെണ്ണുങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ഓടക്കൊണ്ടാക്കിയാലും ഞാൻ ഓപ്പണായിട്ട് പറയും. അങ്ങനെ കുറെ പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എവിടെ കണ്ടു എങ്ങനെ കണ്ടു എന്നൊന്നും പറയുന്നില്ല. ഇവ എന്നെ പീഡിപ്പിച്ചു, അവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അഖിൽമാരാരൊന്നും ഈ രീതി പറഞ്ഞില്ല. അഖിൽമാരാർ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് പെണ്ണുങ്ങള് പീഡിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പെണ്ണുങ്ങള് മാനസികമായിട്ടും ഒക്കെ തളർത്തിക്കളയും നമ്മളെ എന്നൊക്കെ പറഞ്ഞ പുള്ളി അങ്ങനെ പോയി. അല്ല, പെണ്ണുങ്ങള് ഇമാതിരി പരിപാടി ചെയ്യുന്ന പെണ്ണുങ്ങൾ ഒരുപാടുണ്ട്. ഈ പെണ്ണുങ്ങളൊക്കെ അങ്ങനത്തെയാന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ നെവിൻ പോളിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്ത ആളിനെ കുറിച്ചും ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ നെവിൻ പോളിയുടെ ഫ്രണ്ടായ വിനീത് ശ്രീനിവാസൻ വന്ന ഒരു കാര്യം, ഒരു ദൈവത്തിന്റെ കളിയാത്. ആ പെണ്ണ് പറഞ്ഞ 3 ഡേറ്റാണ്, 3 ദിവസമാണ്. ആ 3 ദിവസം തെറ്റിപ്പോയി. ഇപ്പൊ 17, 18, 19 ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ വന്നിട്ട് പറയുന്നത് എന്റെ പാസ്പോർട്ടും ചെക്ക് ചെയ്യും, അയാളുടെ പാസ്പോർട്ടും ചെക്ക് ചെയ്യും, ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, അയാൾ അവിടെ ആ സമയത്ത് ദുബായിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മറ്റേ ഫൈനാൻഷ്യറുടെ വക്കീൽ വന്നു, ചേന എന്നൊക്കെ ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇങ്ങനെ വിശദമായിട്ട് ഓരോരോ ഇങ്ങനെ ക്ലിപ്പിങ്സ് ഒന്നും എടുത്ത് വെക്കുന്നില്ല, കാരണം ഇതൊക്കെ നിങ്ങൾ കണ്ടതാ. പക്ഷെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇമാതിരി കുറെ പെണ്ണുങ്ങളുണ്ട്. ഈ പെണ്ണ് അങ്ങനത്തെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ പെണ്ണ് ഈ മറ്റേ നിവിൻ പോളി ചേട്ടനെതിരെ കംപ്ലൈന്റ് കൊടുത്ത ഈ സ്ത്രീ അങ്ങനത്തെ ഒരു സ്ത്രീയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ തെളിഞ്ഞു കഴിഞ്ഞാൽ കേരളം മൊത്തമായിട്ട് അവരെ നോക്കി പറയണം, നീ അങ്ങനത്തെ സ്ത്രീയാണ് എന്ന്. അന്നേരം ഉണ്ടല്ലോ, അന്നേരം മറ്റേടത്തെ പരിപാടി ഉണ്ടല്ലോ, മറ്റേ സ്ത്രീകളെ സംരക്ഷിക്കുക, സ്ത്രീകളെ അവരെ ദ്രോഹിക്കാൻ പാടില്ല. ദ്രോഹിക്കാന്ന് പറയുമ്പോൾ അവരെ പോയി ഇടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അവരെ കാണുമ്പോൾ നല്ല 4 തെറി പറയണം. എന്താണെന്ന് വെച്ചാൽ ഇത് തോന്നിവാസമാണ്. നിവിൻ പോളിക്കെതിരെ ഈ ആരോപണം വന്നു. നിവിൻ പോളിയുടെ വൈഫ് ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഭയങ്കര പ്രേമമാണ് നിവിൻ പോളിയായിട്ട്. ഇപ്പോൾ പ്രേമം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ പ്രേമത്തിന്റെ കൂടെ വിവേകവും ഉണ്ട്, അവർക്ക് ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ റിയാക്ട് ചെയ്തില്ല. ഇനി റിയാക്ട് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിഷം അടിക്കുമോ അല്ലെ തൂങ്ങിച്ചാവുമോ എന്നുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവർ ചെയ്തിരുന്നെങ്കിൽ എന്തായാലും നിവിൻ പോളിയുടെ ലൈഫ് എന്തായാലും, അല്ലെങ്കിൽ അവരുടെ ലൈഫ് എന്തായാലും, ആ കൊച്ചിന്റെ ലൈഫ് എന്തായാലും, നിവിൻ പോളിയുടെ പിള്ളേരുടെ കാര്യമൊക്കെ എന്തായാലും. ഇതൊക്കെ എന്ന് പറഞ്ഞാല് ആണും പെണ്ണും സമമാണെന്നുള്ള ഒരു സംഭവമുണ്ട്, ഇപ്പോഴേ ഉണ്ടല്ലോ. പക്ഷേ കമാൻഡോയില് പെണ്ണുങ്ങളില്ല. പിന്നെ ഒരുപാട് മറ്റേ പാരാമിലിറ്ററിയിൽ ഇപ്പോൾ ഈ ഇടയ്ക്കാൻ വന്നതെന്ന് തോന്നുന്നു. ഒരുപാട് സ്ഥലത്ത് പെണ്ണുങ്ങൾക്ക് ഒരു ബോഡിക്ക് ഒരു പവർ കുറവുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ആണും പെണ്ണും സമമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതിനോടൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ കംപ്ലൈന്റ് വന്ന് പറഞ്ഞു കഴിയുമ്പോൾ അന്നേരം പിടിക്കുകയാണ്. ജാമ്യം ഇല്ലാത്ത വകുപ്പ്. ഇപ്പൊ ജാമ്യം ഇല്ലാത്ത വകുപ്പ് ആർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്? അത് ഇതുപോലത്തെ സെലിബ്രിറ്റീസിനോ ഇതുപോലത്തെ ഒരു മന്ത്രിക്കോ വേണ്ടി ഉണ്ടാക്കിയതല്ല ഈ ജാമ്യമില്ലാത്ത വകുപ്പ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ അങ്ങ് ഉണ്ടാക്കി. പക്ഷെ അതങ്ങനെ പാടില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്ന സംഭവം, ഇപ്പൊ ഒരുത്തൻ അവന്റെ ഊരും പേരും ഒന്നും അറിയില്ല, അവൻ ഇങ്ങനെ ഒരു പെണ്ണെ പീഡിപ്പിക്കുന്നു, എന്തോ ഒരു പരിപാടി ചെയ്യുന്നു. അപ്പൊ അവനെ
പിടിക്കുകയാണെങ്കിൽ, അല്ലെ അവൻ്റെ മേളിലൊരു FIR ഇടുകയാണെങ്കിൽ, അവൻ ബെയിൽ വാങ്ങിച്ചിട്ട് കടന്നു കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നെ എന്തെങ്കിലും ഈ എവിഡൻസ് ഒക്കെ ടാമ്പർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ട് ഇതിനെ കണക്കാക്കുന്നത്. ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഇപ്പൊ ജയസൂര്യ ഇതൊക്കെ ചെയ്തോ നമുക്കറിയില്ലല്ലോ. ജയസൂര്യ അത് കാരണം നാട്ടിലോട്ടേ വരുന്നില്ല, ഈ നാണക്കേട് കാരണം വന്നു കഴിയുമ്പോൾ പിടിച്ചു 10-12 ദിവസം റിമാൻഡ് അടിക്കും. റിമാൻഡിലാക്കി കഴിഞ്ഞാൽ ജയിലിൽ പോണേ, ജയിലിൽ പോയിട്ട് 10-15 ദിവസം കിടക്കണേ. സബ് ജയിലാണേലും ഏത് ജയിലാണേലും എന്ത് ട്രീറ്റ്മെന്റ് ആണേലും അവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ തരുമെങ്കിലും, വെള്ളം എന്ന് പറഞ്ഞാൽ മറ്റേ വെള്ളമല്ല, സാധാരണ നല്ല ബിസ്ലറിയൊക്കെ തരുമായിരിക്കും ഇതുപോലത്തെ സെലിബ്രിറ്റിക്ക്. പക്ഷേ എന്നാലും അതിനകത്ത് കിടക്കണ്ടേ, ആ ഒരു പേരല്ലേ. കുറ്റം തെളിയുന്നതിന് മുമ്പേ ഒരുത്തിനെ പിടിച്ച് നോൺ ബെയിലബിൾ ഒഫൻസിൽ അകത്താക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ, ആ ഒരു നിയമം വന്നത് ഈ എവിഡൻസ് ടാമ്പർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും ആ കുറ്റത്തിന്റെ ആ സീരിയസ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ്. ആൾക്കാർ അത് കാരണം ചെയ്യരുത്, അയ്യോ നോൺ ബെയിലബിളാ, വേണ്ട, സ്റ്റേഷൻ ജാമ്യം ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞ് പേടിക്കണം, അതിനു വേണ്ടിയിട്ട് ചെയ്തതാണ്. അത് ഈ മന്ത്രിയായിട്ടുള്ള ആളും ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനും പിന്നെ വലിയ നടനും അമ്മയുടെ ജനറൽ സെക്രട്ടറിയും ഈ ആൾക്കാർക്കെതിരെയൊക്കെ ഈ നോൺ ബെയിലബിൾ ഒഫൻസിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്താണ് പരിപാടി? അവരിപ്പോ ചെയ്തത് തെളിഞ്ഞാൽ കുഴപ്പമില്ല, ചെയ്തത് ഇതാ ഇപ്പൊ ഓരോന്നായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുക. മറ്റേ മുകേഷിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? മുകേഷിന്റെ എതിരെ കംപ്ലൈന്റ് ചെയ്ത ആ സ്ത്രീയെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവിട്ടത്, അതായത് ഈ പീഡനം നടന്നു എന്ന് പറയുന്ന സമയം, അവര് പറഞ്ഞ സമയം, അന്നത്തെ ദിവസം ഈ പീഡനം കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവിട്ടത് മുകേഷാണ്, മുകേഷിന്റെ കാറിലാണ്. അതുകൊണ്ട് മുകേഷിന് ഇപ്പൊ ബെയിൽ കൊടുത്തിരിക്കുക. മുകേഷിന് പിന്നെ ഹാപ്പി ന്യൂ ഇയർ സർ, ഹാപ്പി ന്യൂ ഇയർ ചേട്ടാ എന്തോ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്, ഹാപ്പി ഓണം, ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ അയക്കുന്നുണ്ട്. പിന്നെ 1 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ തെളിവ് പുള്ളി അവിടെ ഹാജരാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ അതൊക്കെ ഫേക്കാന്ന് പറയും. പക്ഷെ ഇവര് പറയുന്നതൊക്കെ ഫേക്ക് ആണെങ്കിൽ, സ്ത്രീകൾ പറയുന്ന ഫേക്ക് ആണെങ്കിൽ, ഇവർക്കെതിരെ എന്ത് നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ട് ഇവരെ ചാർജ് ചെയ്യും? ഈ രാജ്യത്തെ അതിനുള്ള നിയമം വല്ലതും ഉണ്ടോ? സ്ത്രീക്കും പുരുഷനും തുല്യാവകാശമാണ് എന്നാണ് നമ്മൾ വാദിക്കുന്നത്. പക്ഷേ സ്ത്രീയെ നമ്മൾ എപ്പോഴും സംരക്ഷിക്കണം എന്നും നമ്മൾ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? സ്ത്രീക്കും പുരുഷനും തുല്യാവകാശമാണെങ്കിൽ, തുല്യമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, നമ്മൾ എന്തുകൊണ്ട് സ്ത്രീയെ സംരക്ഷിക്കുന്നു? സ്ത്രീയെ സംരക്ഷിക്കാൻ കാരണം സ്ത്രീ കുറച്ച് വീക്കാണ്, സ്ത്രീക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു റൂള് വന്നിട്ടുള്ളത്. സ്ത്രീയെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളത്. ഇമാതിരി സ്ത്രീകളെ, ഇവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഞാൻ പിന്നെ എടുത്തു പറയാണ്. ഈ ഫേക്കായിട്ട് കംപ്ലൈന്റ് പറയുന്ന സ്ത്രീകളെ, എൻ്റെ വീടിന്റെ അടുത്ത് ഞാൻ ചെറുപ്പകാലത്തിൽ പെട്ടെന്ന് ഒരു ദിവസം കള്ളൻ വന്നു. വീടിന്റെ അപ്പുറത്തെ സൈഡിൽ വേറെ ഒരു വീട്ടിൽ കള്ളം വന്നു എന്ന് പറഞ്ഞ്, കള്ളൻ എന്ന് പറഞ്ഞ് അവർ വിളിച്ചു കൂവി, കള്ളം വന്നിട്ട് പോയെന്നൊക്കെ പറഞ്ഞു. കുറെ തുണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കുക, വീടൊക്കെ ഇങ്ങനെ തുറന്നു കിടക്കുക. ഇവര് ഭാര്യയും ഭർത്താവും കൂടെ ഇങ്ങനെ ഓടി വരികയാണ്, ഇങ്ങനെ ഓ എന്നൊക്കെ പറഞ്ഞ്. ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് വന്നിട്ട് ചെക്ക് ചെയ്തു. പോലീസിനറിയാവേ, പോലീസ് വന്നിട്ട് അടുത്തുള്ള വീട്ടുകാരോടൊക്കെ ചോദിച്ചു, ഇവർക്ക് എങ്ങനെ വല്ല കടവും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഇവരെങ്ങനെ നല്ല സെറ്റിൽഡ് ആണോ, ഇവരെങ്ങനെ ആൾക്കാർ എന്നൊക്കെ ചോദിച്ചു. ഒക്കെ കഴിഞ്ഞിട്ട് ഇവര് കംപ്ലൈന്റ് കൊടുത്തത് 100 പവൻ ആഭരണങ്ങൾ പോയി, പിന്നെ 10-20 ലക്ഷം രൂപ ക്യാഷായിട്ട് പോയി എന്നൊക്കെയാണ്. അവസാനം പോലീസ് ആ ഭർത്താവിനെ തല്ലിയില്ലെന്നേ ഉള്ളൂ. അതിന് തുല്യമായിട്ട് സാക്ഷി പറയാണ്, ഭാര്യയും കൂടെ അവിടെ നിന്ന് പറയാ, ഞങ്ങളുടെ ഇത്രയും സാധനങ്ങൾ പോയി. അപ്പോൾ കള്ളം പറയാൻ അറിയാത്ത ആളല്ല സ്ത്രീ. എൻ്റെ പോയിന്റ് അതാണ്. ഇപ്പൊ ഒരു സ്ത്രീയോ പുരുഷനോ അത് ആരായാലും ഇവർ രണ്ടും മനുഷ്യജീവികളാണ്, മനുഷ്യന്മാരാണല്ലോ. അപ്പോൾ പുരുഷനുള്ള അതേപോലത്തെ വികാരങ്ങളും കാര്യങ്ങളൊക്കെ സ്ത്രീക്കും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്ത കുറെ ഊളന്മാരുണ്ട്. ആ ഊളന്മാരെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ഇപ്പൊ, ഇത് അതിനുള്ള സമയമല്ല, ഞാൻ അത് പിന്നെ പറയാം. അപ്പോൾ സ്ത്രീയായിട്ട് നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. ഇത്രയും വലിയ പോസ്റ്റിലുള്ള ആൾക്കാരൊക്കെ ഒരു സ്ത്രീ വന്ന് ഒരു ആരോപണം പറയുമ്പോൾ അമ്മ എന്ന് പറയുന്ന ആ സംഘടന തന്നെ പിരിച്ചുവിടുകയാണ്. അമ്മ എന്ന് പറയുന്ന അസോസിയേഷൻ പിരിച്ചുവിടുകയാണ്. അപ്പൊ നമ്മൾ സ്ത്രീയെ ബഹുമാനിക്കുന്നില്ലേ? നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ബഹുമാനിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിനകത്ത് ഈ കുറെ ബ്ലാക്ക് ഷീപ്സ് ഉണ്ടല്ലോ. ബ്ലാക്ക് ഷീപ്സ് എന്ന് പറയുന്ന ഈ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന പോലെ ബാഡ് ഗേൾസ് ഉണ്ട്. ഈ ബാഡ് ഗേൾസ് വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചുമ്മാതെ ഇങ്ങനത്തെ ആരോപണങ്ങൾ പറയുന്നത് ചുമ്മാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ എന്ത് നടപടി എടുക്കും നമ്മുടെ സർക്കാരും നമ്മുടെ ഡെമോക്രസിയിൽ? അതിനെന്താണ് നിയമം വരാൻ പോകുന്നത്?
അതിന് എന്തുകൊണ്ട് നിയമങ്ങളൊന്നും വരുന്നില്ല? ഇപ്പൊ ഞാൻ കൊടുക്കുന്ന കംപ്ലൈന്റ് തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 5 കൊല്ലം അല്ല 10 കൊല്ലം ഞാൻ അകത്ത് പോവും. ആ ഞാൻ കൊടുക്കുന്ന ഒരാൾക്കെതിരെ ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്. ആ ആൾക്ക് എത്ര ശിക്ഷ കിട്ടുവോ, അയാള് ഈ കംപ്ലൈന്റ് തെളിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എത്ര ശിക്ഷ കിട്ടുവോ ആ ശിക്ഷ എനിക്ക് കിട്ടണം, ഞാൻ കൊടുക്കുന്ന കംപ്ലൈന്റ് തെറ്റാണെങ്കിൽ. ആ ഒരു ദിവസം വന്നാലേ എന്താ പറയണ്ട, നമ്മുടെ നാട് മറ്റേ ഗ്രേറ്റ് നേഷൻ ആയി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇത് എന്താണ്? മല്ലു ട്രാവലർ എന്ന് പറയുന്ന ആ പയ്യനെ നമ്മൾ കണ്ടതാണ്. അവൻ ബൈക്കിൽ കുറെ ഇങ്ങനെ എന്തെങ്കിലും പരിപാടി കാണിച്ചോ നമുക്കറിയില്ല. പിന്നെ ആ കേസിനെ കുറിച്ച് ഒന്നും കണ്ടില്ല. അപ്പോൾ നമ്മള് സാധാരണ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? ആ കേസ് ഫേക്ക് ആയിരുന്നു. പിന്നെ മറ്റേ ഷിയാസ് കരീം, ഈ രണ്ടുപേരെ ഞാൻ കഴിഞ്ഞ കൊല്ലം കുറെ വീഡിയോസ് ഒക്കെ ചെയ്ത, അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തു പറയാം. ഇപ്പോ ഈ സ്ത്രീകൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടായി. എല്ലാവരും എല്ലാവരും കള്ളികളെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാ സ്ത്രീകളും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ എന്ത് നടപടിയാണ് നമ്മുടെ സർക്കാർ, നമ്മുടെ ഡെമോക്രസിയിൽ, നമ്മുടെ നാട്ടിൽ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത്? അതിനെക്കുറിച്ച് എന്താണ് ആരും ഒന്നും സംസാരിക്കാത്തത്? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. ഒരു സ്ത്രീ കള്ളം പറഞ്ഞാൽ അത് ചിരിച്ച് കുഴപ്പമില്ല, അത് പോട്ടെ, പെണ്ണല്ലേ പോട്ടെ എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് വിടുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ട് അവർക്ക് നേരെ ഈ ഇതുപോലത്തെ ഒരു നിയമം വരുന്നില്ല? ഒരു ഫേക്ക് അലിഗേഷൻ സ്ത്രീയോ പുരുഷനോ ആരോ ചെയ്തോട്ടെ, എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കയറി മോട്ടിച്ചു എന്ന് ഞാൻ ചുമ്മാ പറയാണ്. എൻ്റെ വീട്ടിൽ കയറി മോട്ടിച്ചു എന്ന് പറയുന്നത് ഫേക്ക് ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിച്ച് 4 തെറി പറഞ്ഞിട്ട് എന്നോട് പൊക്കോളാൻ പറയും. കഴിഞ്ഞു. അങ്ങനെ പാടില്ല. എന്നെ പിടിച്ച് ഒരു 5 കൊല്ലം അകത്തിടണം. അകത്തിടാനുള്ള വകുപ്പ് വേണം. പിന്നെ അതിനുള്ള കേസ്, പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കണം. എന്നാലേ ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ എന്താ പറയണ്ടത്? ഇത് എന്തുവാ ഇത്? അതിനെ നമ്മൾ കോമഡി ആക്കി നമ്മൾ രസിച്ചുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ മോളെ പൊട്ടിയില്ലേ, മൂഞ്ചില്ലേ, അതായില്ലേ ഇതായില്ലേ എന്ന് കുറെ ട്രോളും കാര്യങ്ങളൊക്കെ. പക്ഷെ ഈ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. തെറിയാണ് എൻ്റെ വായിൽ വരുന്നത്. കാട്ടവരാതം എന്നൊക്കെ പറയുന്നത് ഒരാളെ കുറിച്ച് ഫേക്കായിട്ട് ഒരു അലിഗേഷൻ പറഞ്ഞ് അയാളെ ടാറടിച്ച് അയാളെ നാണം കെടുത്തിട്ട് പിന്നെയും വന്ന് ഇവർക്ക് ഒരു കുഴപ്പമില്ലാതെ ഇവർ ആ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഈ സൊസൈറ്റി എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തു പറ്റി? എന്താണിത്? എന്തുവാ ഇത്? എന്തിനാ പിന്നെ ഇവിടെ നിയമവും കാര്യങ്ങളൊക്കെ? നമ്മുടെ നാട്ടില് ഒരാളെ കുറിച്ച്, ഇപ്പൊ ഒരു മന്ത്രിയെ കുറിച്ച് ഞാൻ ഒരു പെണ്ണ് പറയുകയാണ്, എന്നെ തൊട്ടു, മന്ത്രി രാജിവെക്കണം. മറ്റേ ഓപ്പോസിറ്റ് പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോ ഏത് പാർട്ടി ഭരിക്കുകയാണെങ്കിലും അവർ ഭരണത്തിലുള്ള സമയത്ത് ഓപ്പോസിറ്റ് പാർട്ടി എന്തോ ആണെങ്കിലും അവർ പ്രശ്നം ഉണ്ടാക്കും. അത് അവർക്ക് പൊളിറ്റിക്സാ. അവർ പിന്നെ കാണുമ്പോൾ അവർ ചിരിക്കും, അവർ സംസാരിക്കും, അവർ മച്ചാനാ. അതിനകത്ത് നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം പൊളിറ്റിക്സ് അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷേ ആ ഒരു വ്യക്തി രാജിവെക്കുന്നു, ഓപ്പോസിറ്റ് പാർട്ടി പറഞ്ഞ് അയാളെ താഴെ ഇറങ്ങി കഴിഞ്ഞിട്ട് അയാളുടെ വീട്ടുകാർ തെറി പറയുന്നു അയാൾക്ക് ഒരു മോനുണ്ട്, ഒരു മോളുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ, മോനൊരു 20 വയസ്സായി, മോൾക്ക് ഒരു 25 വയസ്സുണ്ട്, അല്ല ഒരു 15-16 വയസ്സുണ്ട്, ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്, അവൾക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, പിന്നെ നിന്റെ അച്ഛൻ മറ്റേ എത്ര പേരെ പീഡിപ്പിച്ചടി എന്നും പറഞ്ഞുകൊണ്ട് കുറെ തമാശകൾ, കുറെ ഊളന്മാര് സ്കൂളിൽ ആ കുട്ടിയെ കളിയാക്കി വിളിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും? ആ കുട്ടി എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്താൽ ഇതിനൊക്കെ ഉത്തരവാദി ആരാണ്? ഇതിലൊക്കെ വരുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി ആരാണ്? ആ കംപ്ലൈന്റ് കൊടുത്ത സ്ത്രീയാണ്. അപ്പോ അത് ഫേക്കാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്കെതിരെ എന്ത് നടപടിയാണ് ഇവിടെ ഉള്ളത്? അല്ല, എനിക്ക് അറിയാമെന്ന് ഞാൻ ചോദിക്കുക. ഇത്രയും ഭയങ്കര കാര്യങ്ങളൊക്കെയാ. ഭയങ്കര റോക്കറ്റിനെ കുറിച്ച് സംസാരിക്കും, മറ്റേ ISRO, മറ്റേത് മറിച്ചത്, ഇറാഖ്, ഇസ്രയേല്, അവിടുത്തെ എണ്ണയുടെ കാര്യം, മറ്റേ ക്രൂഡ് ഓയിൽ, അത് ഇത് എല്ലാം സംസാരിക്കും. ഇതൊരു സിമ്പിൾ കാര്യമാണ്. ദുരിതാശ്വാസ നിധി, അതിനെക്കുറിച്ച് സംസാരിക്കും. CM ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട്, അവിടെ 100 കണക്കിന് ആൾക്കാർ മരിച്ചിരിക്കുമ്പോൾ CM വന്നിട്ട് പറയുകയാണ് എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യണേ, നമുക്ക് രക്ഷപ്പെടുത്താനുള്ളത് ആൾക്കാരെയൊക്കെ എന്നൊരു പുള്ളി ഒരു 2 വാക്ക് പറഞ്ഞു. അത് ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരുണ്ട്. കുറെ ആൾക്കാർ വന്നിട്ട് പറയാണ്, ഇയാൾ എന്താ പിച്ച പാട്ടയായിട്ട് തെണ്ടുവാണോ, അതാണോ ഇതാണോ, ഇയാള് ഇങ്ങനെ അഴിമതി കാണിച്ചു, 82 കോടി അങ്ങനെ ആക്കി, ഇങ്ങനെ ആക്കി, മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്ന ആൾക്കാർക്ക് ഈ കാര്യത്തെ കുറിച്ച് എന്താ സംസാരിക്കാത്തത്? ഈ ഫേക്ക് അലിഗേഷൻ വരുമ്പോൾ ഒരു ഫേക്ക് അലിഗേഷൻ തരണം. ഒരു സ്ത്രീ എന്ന് വെക്കണ്ട, സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കോട്ടെ, ഒരു ഫേക്ക് അലിഗേഷൻ, ആ ഫേക്ക് അലിഗേഷൻ
ഫേക്ക് ആണെന്ന്, ആ അലിഗേഷൻ ഫേക്ക് ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, ഫേക്ക് അലിഗേഷൻ അല്ല, അലിഗേഷൻ ഫേക്ക് ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് അല്ല പുരുഷന്, ആ കംപ്ലൈന്റ് കൊടുത്ത ആൾക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു പണിഷ്മെന്റ്, ഒരു ഇത് കൊടുക്കണ്ടേ? ഇങ്ങനെ കയറൂരി വിട്ടാ മതിയോ? എന്ത് പറയാനാ. ഇതിപ്പോ നിവിൻ പോളിക്ക് എന്തോ പറയണ്ടേ, ദൈവാനുഗ്രഹം. അല്ലെങ്കിൽ അയാള് ഇപ്പൊ ആ ഹോട്ടൽ ബുക്കിങ് സാധാരണ നടന്മാരുടെ പേരിൽ ബുക്ക് ചെയ്യില്ല. എന്താന്ന് വെച്ചാല് ഈ നടൻ ഇവിടെ താമസിക്കാൻ പോവാന്ന് അറിഞ്ഞിട്ട് അത് ന്യൂസ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെൽ ബോയോ ആരെങ്കിലൊക്കെ ഇത് ഫ്രണ്ട് ഡെസ്കിലുള്ള ആളോ ആരെങ്കിലൊക്കെ ഈ ന്യൂസ് ലീക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ക്രൗഡ് ആവും, ആരെങ്കിലൊക്കെ റൂമിലോട്ടൊക്കെ കയറി പോകാനൊക്കെ നോക്കും, ലിഫ്റ്റിന്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും, അതായത് പ്രശ്നങ്ങളാന്ന് പറഞ്ഞ് വേറെ ആരെങ്കിലും പേരിൽ റൂം ബുക്ക് ചെയ്തിരുന്നെങ്കിൽ നിവിൻ പോളിക്ക് ഈ വിനീത് ശ്രീനിവാസന് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുമായിരുന്നു. ഇതുപോലെ നിവിൻ പോളി ഇതുപോലെ ഇവിടെ താമസിച്ചു, ഈ ദിവസത്തിൽ ഇവിടെ താമസിച്ചു എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റുമോ? ഇത് പ്രൂഫൊക്കെ കാണിക്കാൻ പറ്റുമോ? ചുമ്മാ പറയാം അവിടെ ഇതിലുണ്ടായിരുന്നു, ഷൂട്ടിങ്ങിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഞങ്ങൾക്കറിയില്ല, അത് കഴിഞ്ഞ് ഇവിടെ താമസിച്ചു എന്ന് പറയാം. പക്ഷെ താമസിച്ച റൂമിന്റെ ബില്ലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ സയന്റിഫിക് ആയിട്ട് ഇപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള പ്രൂഫുണ്ട്. ഇതൊക്കെ ലക്കാണ്. അത് കാരണമാണ് ഇതുപോലത്തെ ഒരു സംഭവം ഇത്രയെങ്കിലും എനിക്കൊക്കെ സംസാരിക്കാൻ പറ്റിയത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് എടുത്ത് ദയവേത് പ്ലീസ്, ഇമാതിരി ഇത് ഫേക്ക് ആണെങ്കിൽ ഫേക്ക് അലിഗേഷൻ കൊടുക്കുന്ന ആൾക്കാർക്കെതിരെ ഒരു നടപടി ഉണ്ടാവണം, വേണ്ടേ? പേടിപ്പിച്ചു എന്നും പറഞ്ഞ് ആരും വരുന്നില്ലല്ലോ. അപ്പൊ നമ്മുടെ നീതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടം വരെ പോകാമോ, ഏതറ്റം വരെ പോകാമോ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട്. തീയതികൾ ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ? 14, 15, 16 അങ്ങനെ ഉള്ള ആ ദിവസം കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് എഴുതണമെന്നും പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു. ഈ 3 ദിവസം 14, 15, 16 അല്ലെങ്കിൽ 13, 14, 15 ഈ ദിവസങ്ങളിലാണ് താങ്കൾ 15th ഏർലി മോർണിംഗ് വരെ ഞാൻ ഉണ്ടായിരുന്നു നിവിന്റെ കൂടെ. അതുകൊണ്ട് എനിക്കത് 100% പറയാൻ പറ്റും. പറയപ്പെടുന്ന ദിവസങ്ങളിൽ ഈ യുവതി ദുബായിലായിരുന്നില്ല, കേരളത്തിലായിരുന്നു എന്നുള്ള സൂചനകളാണ് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഉണ്ടായിരുന്നതിന്റെ പല തെളിവുകളും ഇതിനോടകം തന്നെ അവർ ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മൊഴികളിൽ വലിയ രീതിയിലുള്ള ഒരു വൈരുദ്ധ്യം പോലീസിന് ബോധ്യം. ഈ ഒരു പരാതിയുടെ സാധ്യത അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വിശദമായ ആഴത്തിലുള്ള മൊഴികൾ പരിശോധിച്ച ശേഷമായിരിക്കും ഇതിൽ തുടർ നടപടിയിലേക്ക് പോകുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.